ഓക്കെ, അപ്പോൾ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓസിലേഷനും അതിന്റെ എല്ലാ പ്രത്യേകതകളും പിന്നെ അതേപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ യെസ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വേവ്സ് എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. എന്താണ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ വേവ് അല്ലെ വേവ്സ് എന്നല്ല പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അല്ലേ? അനക്ക് വന്ന എല്ലാവർക്കും ഓർമ്മ വരുന്നത് അതെ കറക്റ്റ്, എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരാൻ ചാൻസ് ഉള്ളത് കടലും തിരമാലകളും കുറിച്ചാണ് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളത് വേവ്സ്, കടലിലാണല്ലോ സർ വേവ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഇതാ തിരമാലകൾ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പോകുന്നത് എവിടെ? നമ്മൾ പലപ്പോഴും വേവ്സ് എന്ന് നിങ്ങൾക്ക് കേട്ടാൽ ആദ്യം തന്നെ ഓർമ്മ വരാൻ ചാൻസ് ഉള്ളത് തീർച്ചയായും കടലിനെ കുറിച്ചിട്ടാണ് അല്ലേ. എന്നാൽ കടലാണോ ഈ വേവ്സ് എന്ന് പറഞ്ഞാൽ? നോ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടല്ല, കടലിന്റെ വിശേഷങ്ങളെ കുറിച്ചിട്ടല്ല. അപ്പൊ എന്താണ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ കടൽ പോട്ടെ വേറെ വരട്ടെ. യെസ്, അപ്പൊ വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്സിൽ നമ്മൾ വേവ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇച്ചെങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വേവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ട മോനെ കണ്ട ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് നമ്മളെ ഫിസിക്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കടലിലുള്ളതും ഏകദേശം തന്നെയാണ്, ഇതേപോലെ തന്നെയാണ് സർ. കടലിൽ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ പോകുന്നുണ്ട്. യെസ്, അതുകൊണ്ടാണ് അതിനെ വേവ്സ് എന്ന് പറഞ്ഞ പേര് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ ഫിസിക്സിലെ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. ശരിക്കും ഈ വേവിൽ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ പോലെയല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ സാറേ വേവ് എന്ന് പറഞ്ഞ ഓസിലേഷൻ ആണോ? യെസ്, വേവ് എന്ന് പറഞ്ഞാലും ഒരു തരത്തിലുള്ള ഓസിലേഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണല്ലേ? എടാ ഇത് നോക്കിയാട്ടെ, ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നോട്ട് ബാക്കോട്ട് പോയി കളിക്കുക അല്ലെ, മുന്നോട്ട് ബാക്കോട്ടും അല്ലെങ്കിൽ പൊന്തിന്നാണ് കളിക്കുക അല്ലെ, അതല്ലേ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊന്തിന്നാണ് കളിക്കുന്ന പോലെ അല്ലേ മക്കൾക്ക് തോന്നേ. മേലോട്ട് താഴോട്ട് ഇത് കണ്ട ഇതാ, ഇങ്ങോട്ടേക്ക് പോകുന്നു, താഴോട്ടേക്ക് പോകുന്നു, മേലോട്ടേക്ക് പോകുന്നു, താഴോട്ടേക്ക് പോകുന്നു, മേലോട്ടേക്ക് പോകുന്നു, താഴോട്ടേക്ക് പോകുന്നു, മേലോട്ടേക്ക് പോകുന്നു. അതായത് എന്ത് ചെയ്യണേ, ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസിലോട്ട് ഇങ്ങനെ കളിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും, ഇതും ഒരു കൈൻഡ് ഓഫ് ഓസിലേഷൻ ആണെന്ന് സാറിന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ വേവ് എന്ന് പറയുന്നതും എന്ത് തന്നെ ആവുന്നുണ്ട്, അതൊരു കൈൻഡ് ഓഫ് ഓസിലേഷൻ, ഒരു മാതിരി ഓസിലേഷൻ തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ വേവിന്റെ ഡെഫിനേഷൻ കണ്ട, വേവിന്റെ ഡെഫിനേഷനിൽ ആരെ കാണുന്നത്? ഓസിലേഷൻ കാണുന്നത്. ഇനിയിപ്പോ വിചാരിക്കണ്ട ഇത് തെറ്റല്ലേ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഒരു തെറ്റുമല്ല. എന്തുകൊണ്ടാണ്? വേവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മേലെ താഴെ ഇങ്ങനെ പോയി കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു കൈൻഡ് ഓഫ് ഓസിലേഷൻ ആണെന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എടാ ഞാൻ ഇവിടെ ഒരു സാധനം വെച്ച് വിചാരിക്കാം. ഈ വേവിന്റെ സ്ഥലത്ത് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് വിചാരിക്കാം. പിന്നെ നമ്മളിങ്ങനെ കുടഞ്ഞാൽ എന്താ സംഭവിക്കാൻ? അതിങ്ങനെ പോയി ഈടം വരെ എത്തും അല്ലെ. നോക്കിയാട്ടെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? വേവിൽ ഞാൻ ഈടെ ആരെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും കടലിലെല്ലാം നമ്മൾ കാണാനില്ലേ, കടലിൽ നമ്മൾ ഒരു സാധനം എടുത്തിട്ട് വേലിച്ച് ബാക്കോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ? ആ സാധനം കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും നേരെ കരയിലേക്ക് എത്തുന്നത്. അപ്പൊ അതേപോലെ ഇത് കണ്ട, വേവിന്റെ മേലയിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് വേവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? അതിങ്ങനെ മൂവ് ചെയ്ത് എവിടെത്തും? കരയിലേക്ക് എത്തും അല്ലെ. അല്ലെങ്കിൽ വേവ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എനർജി, ഇതിപ്പോ ഒരു സാധനത്തിന് നമുക്ക് എനർജി എന്ന് പറഞ്ഞൂടെ, ഏതൊരു സാധനത്തെ നമുക്ക് എനർജി എന്ന് പറയാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ വേവ് കാരണം ഒരു എനർജീനെ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു കാര്യം മറക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വേവ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു പോയിന്റിലുള്ള എനർജീനെ മറ്റൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ക്യാരി, നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇത് നോക്കാം. ഇനി നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? വേവിന്റെ വേവ് മോഷന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. മക്കളെ റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ വേവ് പറഞ്ഞ എന്താ വേവ് മോഷന്റെ ഡെഫിനിഷൻ? ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി. കണ്ടിന്യൂസ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ പോകുന്നുണ്ടാ, ഏടിയും ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്ട്. അതായത് ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലോട്ട് ത്രൂ എന്തിലൂടെയാണ്? ഓസിലേഷനിലൂടെ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് എന്തെന്ന് പറയുന്നു? വേവ് മോഷൻ എന്ന് പറയുന്നു. അങ്ങനെ മക്കളെ നമ്മൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു? യെസ് വി ഹാവ് കംപ്ലീറ്റഡ് ദ വേവ് മോഷൻ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേവ് മോഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാനൊന്ന് ഡെഫിനിഷൻ പറയാം, നിങ്ങൾ അന്നെ ശ്രദ്ധിക്കാം, നമുക്ക് ഒരുമിച്ച് പറയാം. ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടല്ലേ, ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി
ഫ്രം വൺ പാർട്ട് ടു അനദർ പാർട്ട്, ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ട് ത്രൂ ഏതിലൂടെയാ ഓസിലേഷൻ അല്ലേ, അതെ കറക്റ്റാ പാർട്ട് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് എന്താണെന്നാണ് പറയുന്നത്, വേവ് മോഷൻ എന്ന് പറയുന്നു. അങ്ങനെ നമ്മളെ ഈ പാർട്ടിലെ വേവ് എന്ന് പറയുന്ന പാർട്ടിലെ വേവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ മനസ്സിലാക്കിയല്ലേ. അപ്പൊ എല്ലാവർക്കും വേവ് സെറ്റ് ആണെങ്കിൽ വേഗം പോവാ, ഒരു തംസപ്പെട്ടിട്ട് വേവ് സെറ്റാന്ന് പറയാം. ഓക്കെ, അപ്പൊ വേവിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ ഇനി നമ്മളെ കാത്തിരിക്കുന്ന ടൈപ്സ് ഓഫ് വേവ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വേവ്, അതായത് വേവുകൾ എത്ര ടൈപ്പ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. യെസ്, വേവുകൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ മക്കളെ പറയാം, ദർ ആർ 2 ടൈപ്സ് ഓഫ് വേവ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വേവുകൾ 2 ടൈപ്പ് ഉണ്ട് പോലും. ഓക്കെ, വേറെ എന്താ പറയാനുള്ള വേവ്, വേറെ എന്തുണ്ട്, അത് ഏതെല്ലാം അല്ലേ, അതാണ് മക്കളെ 2 ടൈപ്പ് വേവ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് പറയും, ഒന്ന് ആരാ മെക്കാനിക്കൽ വേവ് കേട്ടാ. അപ്പൊ ആദ്യത്തെ 2 ടൈപ്പ് വേവ് ആണുള്ളത്, അതിൽ ഒന്നിനെ വിളിക്കുന്ന പേരാ മെക്കാനിക്കൽ വേവ്, രണ്ടാമതിനെ വിളിക്കുന്ന പേരാണ് നോൺ മെക്കാനിക്കൽ വേവ്. എന്താ പറയാന്, നോൺ മെക്കാനിക്കൽ വേവ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കി, വേവ് എന്താ മനസ്സിലാക്കി, ക്ലാസിഫിക്കേഷൻ ഓഫ് വേവിൽ വേവ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി. മക്കളെ എത്ര ടൈപ്പ് ആടാ, 2 ടൈപ്പ് വേവ്. ഏതല്ല, മെക്കാനിക്കൽ വേവും നോൺ മെക്കാനിക്കൽ വേവ്. എന്താണ് മെക്കാനിക്കൽ, എന്താ നോൺ മെക്കാനിക്കൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് അല്ലേ? യെസ്, ഇനി നമ്മൾ അതിനോട്ട് പോകുന്നേ, എന്താ മെക്കാനിക്കൽ, എന്താണ് നോൺ മെക്കാനിക്കൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി മക്കളെ, 2 ടൈപ്പ് വേവ് ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലേ. ഏതെല്ലായിരുന്നു നമ്മൾ 2 ടൈപ്പ് വേവ്, മെക്കാനിക്കൽ വേവും നോൺ മെക്കാനിക്കൽ വേവും. അതല്ല നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ആൾക്കാരുടെ അടുത്ത് പഠിക്കണം, എന്താണ് മെക്കാനിക്കൽ വേവ് എന്ന് അറിയണം, അതേപോലെ തന്നെ എന്താണ് നോൺ മെക്കാനിക്കൽ വേവ് എന്ന് അറിയണം. അപ്പൊ നമുക്ക് ആദ്യം ആരെ പഠിക്കാം, യെസ്, ആദ്യം നമുക്ക് മെക്കാനിക്കൽ വേവ് എന്തെന്നാണ് പഠിക്കാം, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, മെക്കാനിക്കൽ വേവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ പറഞ്ഞാൽ മൂവ് ചെയ്യാനല്ലേ, നമുക്കറിയാലോ വേവ് ഇങ്ങനെ അല്ലേ മൂവ് ചെയ്യാനല്ലേ, ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണല്ലോ നമ്മൾ വേവ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അല്ലേ. അപ്പൊ ഒരു വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ കേട്ടാ, ഒരു വേവിന് ഏതെങ്കിലും ഒരു വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ചില വേവിന് എന്ത് ആവശ്യം ഉണ്ടാവും, മീഡിയം ആവശ്യം ഉണ്ടാവും, മീഡിയം. ഇപ്പൊ എക്സാമ്പിൾ, അനക്ക് നടക്കണമെങ്കിൽ അനക്ക് എയറിലൂട്ട് നടക്കാൻ പറ്റുമോ, ഇല്ല, അനക്ക് എയറിലൂട്ട് നടക്കാൻ വേണ്ടി പറ്റത്തില്ല. അനക്ക് എയറിലൂട്ട് നടക്കാൻ കഴിയില്ല, നമുക്ക് ആർക്കും എയറിലൂട്ട് നടക്കാൻ പറ്റില്ല അല്ലേ. നമുക്ക് നടക്കണം എന്ത് വേണം, നിലം വേണം, സർഫസ് വേണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം, സർഫസ് എന്ന് പറയുന്ന ഒരു മീഡിയം ആണ് അല്ലെ. അപ്പൊ നമ്മൾ നടക്കുന്നത് എന്താണ്, ഒരു മീഡിയം ഉള്ള നടത്തമാണ്. അപ്പൊ അതേപോലെ ചില വേവിന് നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ, ചില ചങ്ങായിക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്, മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, മീഡിയം വേണം. ഇങ്ങനത്തെ വേവിനെയാണ് നമ്മൾ എന്ത് വേവ് എന്ന് വിളിക്കുന്നത് മക്കളെ, അതെ കറക്റ്റ്, ഇതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മെക്കാനിക്കൽ വേവിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി മെക്കാനിക്കൽ വേവിന്റെ ഡെഫിനേഷൻ നോക്കിയാലോ, വളരെ സിമ്പിൾ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ വേവിന്റെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്താ മക്കൾ മെക്കാനിക്കൽ വേവ്, സാറേ ഒരു വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം ആവശ്യമുണ്ടെങ്കിൽ, ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാൻ, മെക്കാനിക്കൽ വേവ്. അത് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഡെഫിനേഷൻ കൊടുക്കുന്നത്. ദ മെക്കാനിക്കൽ വേവ് ആർ ദോസ് വേവ്, അവരൊരു വേവ് ആണ് ദാറ്റ് റിക്വയർസ്, അതിന് എന്ത് ആവശ്യമുണ്ട്, റിക്വയർ ചെയ്യുന്നുണ്ട് മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, അത് മൂവ് ചെയ്യാൻ അതിന് മീഡിയം ആവശ്യമുണ്ട്. ഇങ്ങനത്തെ വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. ഇനി നേരെ നമ്മൾ ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവിലോട്ടാണ് വരുന്നത് അല്ലേ. അപ്പൊ എത്ര ടൈപ്പ് മെക്കാനിക്കൽ വേവ് ഉണ്ട് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്താ മനസ്സിലായി, ഒരു വേവ് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ടെങ്കിൽ എന്താണ് അതിനെ വിളിക്കാൻ, മെക്കാനിക്കൽ വേവ്. അതിന്റെ ഇംഗ്ലീഷ് നോക്കിയപ്പോൾ മെക്കാനിക്കൽ വേവ് ആർ ദോസ് വേവ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ എന്ന് മനസ്സിലായി. ഇനി ഈ ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവ്, അതായത് ഈ മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്ന ചെങ്ങായി ഇല്ലേ, അതായത് മീഡിയം ആവശ്യമുള്ള ചെങ്ങായി, മീഡിയം ആവശ്യമുള്ള ചെങ്ങായി, ശരിക്കും ഇത് സിമ്പിൾ ആട്ടാ, മെക്കാനിക്കലിൻ്റെത് മീഡിയം. ഓക്കെ, സിമ്പിൾ മെക്കാനിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ മീഡിയം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നോക്കിയാട്ടെ, ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതെല്ലാം അറിയോ, ഒന്നിന്റെ പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒന്നാരാ പേരെന്റെ കൂടെ പഠിക്കുക, ആദ്യമായി കേൾക്കുന്ന പേരാണെങ്കിൽ ഒരുമിച്ച് പറഞ്ഞ് പഠിച്ച് പോവാൻ പറ്റുന്നതായിരിക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ പേരൊന്ന് പറഞ്ഞ മക്കളെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഒന്നുകൂടി പറഞ്ഞേ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. രണ്ടാമത്തെ വേവിന്റെ പേരാ മക്കളെ ട്രാൻസ്വേഴ്സ് വേവ്. ഒന്നുകൂടി പറഞ്ഞാരാ, ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ എന്താ മനസ്സിലാക്കി നമ്മള്, മെക്കാനിക്കൽ വേവ് എന്താ മനസ്സിലാക്കി, മെക്കാനിക്കൽ വേവ് തന്നെ 2 ഉണ്ട് മനസ്സിലാക്കി. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും, രണ്ടാമത്തെ ട്രാൻസ്വേഴ്സ് വേവും അല്ലെ. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം സെറ്റ് ആയ സ്ഥിതിക്ക് നേരെ എങ്ങോട്ടേക്ക് പോകാം. യെസ്, നോൺ മെക്കാനിക്കൽ വേവ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈസി ആണല്ലേ. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ട്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അല്ലേ നോൺ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ് എല്ലാം പറഞ്ഞിരുന്ന പോലെ അല്ലേ. അപ്പൊ എന്താ നോൺ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ ആവശ്യമില്ല മക്കളെ, മീഡിയം ആവശ്യമില്ല. നോക്കിയാലോ നമുക്ക്, അത് തന്നെയാണ് നമ്മളെ കുറിച്ച് പറഞ്ഞത്, വേവിന് ട്രാവൽ ചെയ്യാൻ മീഡിയത്തിന്റെ എന്തില്ല, ആവശ്യമില്ല. ഇനി നമുക്ക് അതിന്റെ ഡെഫിനേഷൻ പറയാൻ പറ്റുമല്ലോ അല്ലേ. അയ്യോ, ഡെഫിനേഷൻ അവിടെ പോയി. ഓക്കെ,
ഇത് മെക്കാനിക്കൽ നോൺ മെക്കാനിക്കൽ അല്ലേ? അതാ ഡെഫിനിഷൻ എന്താ സിമ്പിൾ അല്ലേ? നോൺ മെക്കാനിക്കൽ വേവ് ആർ ദ വേവ് വിച്ച് ഡസ് നോട്ട് റിക്വയർ അല്ലെ, അങ്ങനെ ആയിരിക്കുമല്ലോ, ഡസ് നോട്ട് വേണ്ട ആവശ്യമില്ല. അതാ നോൺ മെക്കാനിക്കൽ വേവ് ആർ ദോസ് വേവ് വിച്ച് ഡു നോട്ട് കണ്ട ആവശ്യമില്ല, വിച്ച് ഡു നോട്ട് റിക്വയർ എ മീഡിയം ആവശ്യമില്ല ഫോർ എന്തിനു വേണ്ടിയിട്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാനാണ് ട്രാൻസ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഓക്കെ എക്സാമ്പിളിനെ കുറിച്ചിട്ടുള്ള വിശേഷമാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഏതെല്ലാം എക്സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കണ്ട സാർ ഏതെല്ലാം എക്സാമ്പിൾ ഇതാ മോനെ പച്ചയിൽ കാണിച്ചത് നിങ്ങൾക്ക് ഏതെല്ലാം എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഒന്ന് റേഡിയോ വേവ് ഉണ്ട്, പിന്നെ മൈക്രോവേവ് ഉണ്ട്, പിന്നെ ഇൻഫ്രാറെഡ് ഉണ്ട്, പിന്നെ വിസിബിൾ ലൈറ്റ് ഉണ്ട്, പിന്നെ അൾട്രാ വയലറ്റ് ഉണ്ട്, പിന്നെ എക്സ്റേ ഉണ്ട്, പിന്നെ ഗാമാറേ ഉണ്ട്. കുറെ ആളുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് മീഡിയം ഒന്നും ആവശ്യമില്ലാത്ത നോൺ മെക്കാനിക്കൽ സംഭവം. ഈ നോൺ മെക്കാനിക്കൽ വേവിനെ വിളിക്കുന്ന മറ്റൊരു പേരാകട്ടെ മക്കളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കും. ഇലക്ട്രോ മാഗ്നറ്റ് ഇപ്പൊ നമ്മളെല്ലാം വീട്ടിൽ പലവും വിളിക്കല്ലേ എൻ്റെ പേരല്ലാണ്ട് ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും പേരിൽ വിളിക്കല്ലേ? ഫാത്തിമയാണെങ്കിൽ ഫാത്തി അങ്ങനെയെല്ലാം വിളിക്കുമല്ലേ? ഇനിയിപ്പോൾ റഷാദ് ആണെങ്കിൽ എന്നെ വേറെ എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് അങ്ങനെ പല പേരിൽ വിളിക്കും. ഇപ്പോൾ റഷൂം വിളിക്കുക എക്സെട്ര എന്ത് പേരുവാണെങ്കിലും വിളിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഈ നോൺ മെക്കാനിക്കൽ വേവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് വിളിക്കാൻ കേട്ടാ. അപ്പൊ ഇത് ഡെഫിനിഷൻ മനസ്സിലായി, ഡെഫിനിഷൻ സെറ്റ് ആണ്, ഇതെല്ലാം മനസ്സിലായി. ഇനി എക്സാമ്പിൾ ആണ് പഠിക്കുന്നത് സാറേ. അപ്പോൾ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞല്ലോ, കുറെ അധികം എക്സാമ്പിൾസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് 2-3 എക്സാമ്പിൾ. അപ്പൊ ഇത്രയും എക്സാമ്പിൾ ഉള്ള സ്ഥിതിക്ക് ഇത്രയും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തലവേദന എടുക്കുമെന്ന് പ്രതീക്ഷയോട് നമുക്ക് 4 എക്സാമ്പിൾ ആരാ എഴുതി വെച്ചാലേ അല്ലേ? അപ്പൊ ഇതിൽ ഞാൻ ആരെല്ലാം എടുക്കുന്നത്? ഒന്ന് റേഡിയോ വേവ് ആയിക്കോട്ടെ, റേഡിയോ കാരണം ഇത് സിമ്പിൾ ആണ്. റേഡിയോ വേവ് നമുക്ക് കുറച്ചുകൂടി തലയിൽ നിൽക്കുമ്പോൾ റേഡിയോ ലിങ്കൊക്കെ ഞാൻ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റേ മൈക്രോവേവ് ഓവൻ ഉണ്ടല്ലോ, ചൂടാക്കുന്ന സാധനം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ അതിലുള്ള ഒരു സാധനമാണ് മൈക്രോവേവ്. ഇതും നമുക്ക് ഓർത്തിരിക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മൈക്രോവേവ്. അപ്പൊ രണ്ട് വേവ് ഓർത്ത് വെക്കുക. ഒന്ന് റേഡിയോ വേവ്, രണ്ടാമത്തെ മൈക്രോവേവ് അല്ലെ? പിന്നെ ഏതാ? വിസിബിൾ ലൈറ്റ്, കണ്ണുകൊണ്ട് കാണുന്നത് വിസിബിൾ ലൈറ്റ്. അപ്പൊ അതും മറക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന സാധനം, വിസിബിൾ ലൈറ്റ്. അപ്പൊ 3 പഠിച്ചല്ലേ? ഏതെല്ലാം മക്കൾ നമ്മൾ പഠിച്ചത്? നമ്മൾ റേഡിയോ വേവ് മനസ്സിലാക്കി, പിന്നെ നമ്മൾ ഓവൻ മൈക്രോവേവ് മനസ്സിലാക്കി, പിന്നെ കളർ എന്താ വിസിബിൾ ലൈറ്റ് മനസ്സിലാക്കി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ എക്സ്റേ എടുത്തോ, എക്സ്റേ ഓക്കെ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ എന്തിനാ ഉപയോഗിക്കുന്നതല്ല, ഒരു കുട്ടിക്കും അറിയാത്ത പ്രശ്നമില്ല. റേഡിയോ വേവ് എന്താ ഉപയോഗിക്കാന്? റേഡിയോക്ക് വേണ്ടിയിട്ട്. പിന്നെ മൈക്രോവേവ് എന്തിനാ? മറ്റേ കുക്കിങ്, മറ്റേ ഇൻഫ്രാറെഡ് എന്തിനാ? പിന്നെ മറ്റേ വിസിബിൾ ലൈറ്റ് എന്തിനാ? ഓക്കെ, അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് കൂടി സാർ അവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യാം? മക്കൾ അത് പോസ്റ്റ് ആയിട്ട് ഒന്ന് വെറുതെ വായിച്ചു നോക്കുക. അങ്ങനെയല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നോൺ മെക്കാനിക്കൽ വേവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വേവുകൾ എത്ര ടൈപ്പ് ഉണ്ട്? 2 ഉണ്ട്. ഏതെല്ലായിരുന്നു? മെക്കാനിക്കൽ വേവ് ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്. അതിലെന്താ മെക്കാനിക്കൽ വേവ് മനസ്സിലായില്ലേ? മീഡിയം ആവശ്യമുള്ള വേവ്. എന്താ നോൺ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ മീഡിയം ആവശ്യമില്ലാത്ത വേവ് അല്ലെ? അപ്പൊ എല്ലാം സെറ്റ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരെ പോട്ടെ അടുത്തരാം. യെസ്, ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ വേവ്. അതായത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ പറഞ്ഞു ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ വേവ് 2 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഏതല്ലായിരുന്നു? നേരത്തെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് കൊണ്ടിട്ട് 2 കാണിച്ചില്ലേ? അതെ, ആ 2 അടിയിൽ കാണിച്ചില്ലേ? ആ 2 ചങ്ങായിമാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മെക്കാനിക്കൽ വേവ് 2 ടൈപ്പ് ഉണ്ട് മക്കളെ. there are 2 types of മെക്കാനിക്കൽ വേവ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ? എന്തെല്ലാമായിരുന്നു? ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, രണ്ടാമത്തെ ട്രാൻസ്വേഴ്സ് വേവ്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. Among them നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് none other than ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് ട്രാൻസ്വേഴ്സ് വേവ്. അതായത് ട്രാൻസ്വേഴ്സ് വേവിന്റെ പലമാതിരി പിക്ചർ നമ്മളെ ഓടി ചാടി കളിക്കുന്ന പലമാതിരി പിക്ചർ അതാണ്. അപ്പൊ ആദ്യം നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം അറിയോ? ട്രാൻസ്വേഴ്സ് വേവിന്റെ വിശേഷം പറയുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ഫിഗർ പഠിക്കണം. ഫിഗർ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫിഗർ അറിയണം. അത് ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫിഗർ ആണ്. സാധാരണ രീതിയിൽ നമ്മൾ വേവിനെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഫിഗർ ഏതാ? ഓക്കെ, ഈ ഫിഗർ ആണ് സത്യം പറഞ്ഞ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫിഗർ. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഈ വേവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു ഫിഗർ ആണ് സത്യം പറഞ്ഞ ഏതിന്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറന്നു പോകണ്ട ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫിഗർ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദി ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് മെല്ലെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കണ്ട, ഇവിടെ ഇങ്ങനെ കണ്ട വേവ് ഇതാ പോവാൻ മേലോട്ടേക്ക് ഒറ്റ എൻ്റെ മക്കൾ ഇത് വെച്ചെടുക്കട്ടെ.
ഓക്കെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ മേലിലോട്ട് വരച്ചിട്ട് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന് വരച്ചു വെച്ചിട്ടുണ്ട്. എടാ ഈ ട്രാൻസ്വേഴ്സ് വേവ് ഇത് ഈ രൂപത്തിലാണ് നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് വേവ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇത് എങ്ങോട്ടേക്ക് പോകുന്നത് നോക്കിയിട്ട് മക്കളെ, ഈ ട്രാൻസ്വേഴ്സ് വേവ് ഇത് ഇങ്ങനെയല്ലേ പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങോട്ടേക്കാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെ, അഥവാ ഈ വേവ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് സാറേ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? അങ്ങോട്ടേക്കാണ് അല്ലെ. ഈ ഡയറക്ഷൻ നമ്മൾ എന്താ പേര് പറയാൻ അറിയോ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പോഗേഷൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ ആരാ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പോഗേഷൻ. മറന്നു പോവല്ലേ മക്കളെ. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പോഗേഷൻ. അപ്പൊ ഇവിടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്ങോട്ടേക്കാ? അങ്ങോട്ടേക്കാണ് സാറേ. അപ്പൊ ഇതാ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടേക്കാണ്, മറന്നു പോവല്ലേ. അപ്പൊ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മനസ്സിലായി, എല്ലാവർക്കും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മനസ്സിലായി. ഇനി നമ്മൾ ഈ ഒരു ഫിഗർ, ഈ ഫിഗർ നമുക്ക് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മനസ്സിലായി. ഈച്ച കൈ എടുത്താൽ ഈച്ച കൈന ഇവിടെ കണ്ട മക്കളെ, ഇത് ഇങ്ങനെ 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 പഠിച്ച് കളിക്കുന്ന കണ്ട. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്? ഇവിടെ നമ്മളൊരു പാർട്ടിക്കലിന് എടുത്ത് നോക്കിയാൽ മക്കൾ ഇതാ ഇവിടെയുള്ള ഈ പാർട്ടിക്കൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കലിന് എടുക്കുക. നിൽക്കുമോണേ, ഈ പാർട്ടിക്കലിന് എടുക്കും. ഈ പാർട്ടിക്കൽ എങ്ങോട്ടേക്കാണ് മക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഈ ചോപ്പ് സാധനം കണ്ട, ഈ ചോപ്പ് സാധനം എങ്ങോട്ടാ പോകുന്നത്? മേലോട്ടേക്ക് പോകുന്നുണ്ട്, താഴോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെ. അതാ ആ പാടുള്ള ആ ഒരു പാർട്ടിക്കൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മേലയിലും താഴെയും ഇങ്ങനെ പോയി കളിക്കല്ലേ ചെയ്യുന്നത് കണ്ട. ചെക്കൻ താഴയിലെത്തി, ചെക്കൻ മേലയിലെത്തി, ചെക്കൻ താഴയിലെത്തി, ചെക്കൻ മേലയിലെത്തി. ഇതേപോലെ പലതും ഉണ്ട്. ഇങ്ങനെ ഇടക്ക് മേലോട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്കും പോകുന്നത്. മക്കളെ തെറ്റിലേക്ക് പോയല്ലേ, സോറി. ഓക്കെ, അപ്പൊ ഇതാണ് മക്കളെ ട്രാൻസ്വേഴ്സ് വേവിന്റെ കണ്ട. ഓരോ ട്രാൻസ്വേഴ്സ് വേവിലെ ഓരോ പാർട്ടിക്കിളും മേലോട്ടേക്ക് പോകുന്നുണ്ട്, താഴോട്ടേക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഓസിലേഷൻ കണ്ട. ഓസിലേഷനെ പോലെ ഇങ്ങനെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. വൈബ്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെ 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 അതിന് വൈബ്രേറ്റിംഗ് അല്ല നമ്മൾ പറയാൻ. മൈ ഹാൻഡ്സ് ആർ വൈബ്രേറ്റിംഗ് പറയാൻ. വൈബ്രേറ്റിംഗ് പലതുണ്ട്. ഇങ്ങനെ ഉണ്ട് വൈബ്രേറ്റിംഗ് ഉണ്ട്, ചിലത് ഇങ്ങനെയുള്ള പല വൈബ്രേറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയാൻ പറ്റുന്നത്? മൈ ഹാൻഡ്സ് ആർ വൈബ്രേറ്റിംഗ്. ഇതുപോലെ കൈ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മൈ ഹാൻഡ്സ് ആർ വൈബ്രേറ്റിംഗ് എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്താണ്? ഇവിടെ പാർട്ടിക്കിൾസ് ആണല്ലോ. കണ്ട ഈ ഓരോരോ ഉണ്ട സാധനം കണ്ട ഇതിന്റെ പാർട്ടിക്കിൾസ് പറയാൻ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ്. പാർട്ടിക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈബ്രേറ്റ് ചെയ്യാണ്. ഇനി എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഇതല്ലേ നമ്മുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അങ്ങോട്ടേക്കല്ലേ ആ വേവ് പോകുന്നല്ലേ, ഈ വേവ് ഇങ്ങോട്ടേക്കാ പോകുന്നത്. അപ്പൊ ഈ വേവ് ഇങ്ങോട്ടേക്ക്, ഇത് ശ്രദ്ധിച്ചോളെ മക്കളെ, വേവ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. പാർട്ടിക്കിൾ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ട. പാർട്ടിക്കിൾ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, വേവ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവർക്കിടയുള്ള ആംഗിൾ എത്രയാ മക്കളെ? ഇവർക്കിടെ അടിപൊളി മക്കളെ. ഇവർക്കിടയുള്ള ആംഗിൾ 90 ഡിഗ്രി ആണല്ലേ. നിങ്ങൾ സീനാണല്ലോ മക്കളെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അങ്ങോട്ട്, പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഇപ്പൊ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അങ്ങോട്ട്, പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഇവർക്കിടയുള്ള ആംഗിൾ എത്രയാ? യെസ്, ഇവർക്കിടയുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. എടാ 90 ഡിഗ്രീനാ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താ പറയാന്? പെർപെൻഡിക്കുലർ എന്നാണോ പറയാന്? പാരലൽ എന്നാണോ പറയാൻ? മക്കളെ നിങ്ങൾ നോക്കട്ടെ, നിങ്ങൾ ശരി സെറ്റ് ആണോ ഞാൻ നോക്കട്ടെ. എടാ പെർപെൻഡിക്കുലർ എന്നാണോ പറയാന്? പാരലൽ എന്നാണോ മക്കളെ പറയാൻ? യെസ്, യു ആർ ഡെഫിനറ്റ്ലി റൈറ്റ്. പെർപെൻഡിക്കുലർ എന്നാണ് പറയാൻ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ. ഓക്കെ, പെർപെൻഡിക്കുലർ എഴുതി വെച്ചല്ലേ. അപ്പൊ 90 ഡിഗ്രി നമ്മൾ പെർപെൻഡിക്കുലർ എന്നാണ് പറയാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? We want to define the transverse wave. നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്വേഴ്സ് വേവിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ട് സാർ ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം. അപ്പൊ ഇന്ന ട്രാൻസ്വേഴ്സ് വേവ്, ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾസ് അല്ലേ ഇത്? പാർട്ടിക്കിൾസ് അല്ലേ? പാർട്ടിക്കിൾസ് എന്താ ചെയ്യുന്നത്? വൈബ്രേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞോ, ഇന്ന ട്രാൻസ്വേഴ്സ് വേവ്, ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾ ആർ വൈബ്രേറ്റിംഗ്. പാർട്ടിക്കിൾസ് എങ്ങനെയാ മക്കളെ വൈബ്രേറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സാറേ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞേ, ഇൻ എ ട്രാൻസ്വേഴ്സ് വേവ് ദ പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ് പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ആണ്. ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് എങ്ങോട്ടേക്കാണോ പോകുന്നത് അവനിക്കാണ് പെർപെൻഡിക്കുലർ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മളെ ഗുരുജിയുടെ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ഗുരുജി എഴുതി വെച്ചിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് ഇതാ നോക്കിയോ ചോപ്പയുടെ. ഓക്കെ, when the particles are of a medium, ഒരു മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്, വൈബ്രേറ്റ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പെർപെൻഡിക്കുലർ ഇങ്ങനെ കുത്തന ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്, വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനെ ദീസ് ആർ കോൾഡ്, അല്ലെങ്കിൽ ദേ ആർ കോൾഡ്, അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? യെസ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എല്ലാവർക്കും എന്ത് മനസ്സിലായി? ട്രാൻസ്വേഴ്സ് വേവിന്റെ ഡെഫിനേഷൻ മനസ്സിലായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ആർക്കുള്ളത്? നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിനുള്ള. സെറ്റ് അല്ലടാ? അപ്പൊ ഒന്ന് പറഞ്ഞേ,
ഇന്ന ട്രാൻസ്വേഴ്സ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കൽസ് ആർ പാർട്ടിക്കൽസ് വൈബ്രേറ്റ് ചെയ്യുന്നു. ആർ വൈബ്രേറ്റ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ്, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന് ദീസ് ടൈപ്പ് ഓഫ് വേവ് ആർ നോൺ ആസ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ട്രാൻസ്വേഴ്സ് വേവിന്റെ വിശേഷങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ കാര്യം മനസ്സിലായാൽ എന്ത് ചെയ്യാം? വേഗം പോയിട്ട് ഒരു പുകിച്ച് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോകണം? ബാക്കി വിശേഷങ്ങളിലേക്ക് പോകണം. അങ്ങനെ ട്രാൻസ്വേഴ്സ് വേവിന്റെ അടുത്ത കഥയാണ് പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. എല്ലാത്തിനും പാർട്സ് ഇല്ലേ മക്കളെ? ഒരു മനുഷ്യനാണെങ്കിൽ പല പാർട്സ് ഉണ്ട് അല്ലേ? നമുക്കാണെങ്കിൽ കുറേ പാർട്സ് ഉണ്ട്. ഞാൻ മുമ്പ് കാണിച്ചു തരാം. ഒരു മനുഷ്യൻ നമുക്ക് ഇടവരൊക്കെ ഓക്കെ. അല്ലോ ഇങ്ങനെ തുണി ഇട്ടിട്ടില്ലെങ്കിൽ ആൾക്കാർ തുണി ഇട്ടല്ലേ സീനോ? ഓക്കെ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല പാർട്ടുണ്ട്. ഇതാ കണ്ണുണ്ട്, പിന്നെ മറ്റേ വായുണ്ട്, മൂക്കുണ്ട്, പിന്നെ ചെവിടുണ്ട്, പിന്നെ അങ്ങനെ കുറെ പാട്ടുണ്ടല്ലേ, കൈയുണ്ട്, പിന്നെ കാലുണ്ട്, പിന്നെ അങ്ങനെ 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 കുറെ പാട്ടുണ്ട്. ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം പാർട്സ് ഉണ്ട്. അതേപോലെ നമ്മളെ ട്രാൻസ്വേഴ്സ് വേവിനും, നമ്മുടെ സ്വന്തം ട്രാൻസ്വേഴ്സ് വേവിനും എന്തുണ്ട്? പാർട്ടുകൾ ഉണ്ട്. അതിനും ചില കഷ്ണങ്ങളും മറ്റേ ഇത് സംഭവമുണ്ട്. ഓക്കെ. അപ്പൊ ഏതെല്ലാമാണ് പാർട്സ് നോക്കിയാലോ? ഒരു പാർട്ടിന്റെ പേര് അതാ, രണ്ട് പാർട്ട് ഉണ്ട്. കണ്ടാ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഓരോന്ന് വന്നാ ഡിഷ്കും. ഓക്കെ, രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. ക്രസ്റ്റ് ക്രസ്റ്റ് ഒന്ന് പറഞ്ഞെന്താ? ക്രസ്റ്റ് ക്രസ്റ്റ് ക്രസ്റ്റ്. രണ്ടാമത്തെ വിളിക്കുന്ന പേരാ ട്രഫ്. ട്രഫ് ട്രഫ്. രണ്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇത് നമ്മൾ ഒരാൾ മുന്നിൽ ഇങ്ങനെ ക്രസ്റ്റ് ട്രഫ് എന്നല്ല പറയുമ്പോൾ തുപ്പൽ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ രണ്ട് സാധനം. ഓക്കെ. അപ്പൊ ഏതെല്ലാം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെല്ലാം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഏതെല്ലാം ചോദിച്ചാൽ ഒന്ന് ക്രസ്റ്റും രണ്ടാമത്തെ ട്രഫുമാണ്. അപ്പം അത് മറന്നു പോകണ്ട. പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് രണ്ടെണ്ണം ഉണ്ട്, ക്രസ്റ്റും ട്രഫും. ഇനി ക്രസ്റ്റും ട്രഫും നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമല്ല എല്ലാം ഡെഫിനിഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിപ്പോൾ ക്ലിയർ ആക്കി തരുന്നത്, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. അപ്പം ആദ്യം പറഞ്ഞ നമ്മുടെ പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് രണ്ടെണ്ണം ഉണ്ട് മനസ്സിലാക്കി അല്ലേ? നമ്മള് രണ്ട് ആൾക്കാരുണ്ട്, രണ്ട് പാർട്സ് ഉണ്ട് മനസ്സിലാക്കി. പച്ചയിൽ പിടിച്ചാലും ഓക്കെ. ഓക്കെ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന് എത്ര പാർട്സ് ഉണ്ട് സാറിന് പറഞ്ഞാന്ന്? സാറ് പറഞ്ഞാന്ന് രണ്ടെണ്ണം ഉണ്ട്. ഏതല്ല? ഒന്ന് ക്രസ്റ്റ് എന്ന് പറയുന്ന പാർട്ടും രണ്ടാമത്തെ ട്രഫ് എന്ന് പറയുന്ന പാർട്ടും. അപ്പൊ ഈ രണ്ട് പോയിന്റ് മറക്കല്ലേ മക്കളെ? ഒന്നിനെ ക്രസ്റ്റ് എന്ന് പറയും, രണ്ടാമത്തെ നമ്മൾ ട്രഫ് എന്ന് പറയുന്നു. ഇനി ഇതാ ഞാനിവിടെ ഒരു വേവ് ഇങ്ങനെ വരച്ച് തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ കണ്ട ഈ മേലയിലുള്ള ആളെ വിളിക്കുന്ന പേരാ, മേലയിൽ പൊന്തി നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ് എന്നാണ് വിളിക്കാൻ. ഈ താഴെ നിൽക്കുന്ന ചങ്ങായി ഇല്ലേ, ഇതാ ഒരു വേവ്, നമ്മളൊരു വേവ് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നല്ല പൊന്തലും ഉണ്ടാവും, ഒരു സ്ഥലത്ത് നല്ല താഴ്ച ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു വേവ് വരക്കുമ്പോൾ ഒരു സ്ഥലത്ത് നല്ല പൊന്തലുണ്ടാകും, അതന്നെ നല്ലോണം പൊന്തിയിട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് നല്ലോണം താണിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ നല്ലോണം പൊന്തി നിൽക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയും? ക്രസ്റ്റ് എന്ന് പറയും. നല്ലോണം താന്നിരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും? ട്രഫ് എന്ന് പറയും. ഇതാ വീണ്ടും നല്ലോണം പൊന്തി ക്രസ്റ്റ്, വീണ്ടും നല്ലോണം താണ് ട്രഫ്, ക്രസ്റ്റ് ട്രഫ്. അടുത്തിങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? ക്രസ്റ്റ്. പിന്നെ വന്നാൽ എന്തായിരിക്കും? ട്രഫ്. ഓക്കെ. ഇനി ഈ വരാണ്ട നടുക്കൊരു വരാണ്ട ഒരു പവൻ ചങ്ങായി, എടാ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാൻ. ഒന്ന് പറഞ്ഞ എന്താ പറയാന്? ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഒരു കാര്യം സെറ്റ് അല്ലേ? ക്രസ്റ്റും ട്രഫും എന്താ ജസ്റ്റ് മനസ്സിലായില്ലേ മക്കൾക്ക്? അപ്പൊ എന്താ ക്രസ്റ്റ് പറഞ്ഞാൽ സാറേ നല്ലോണം പൊന്തി നിൽക്കുന്നത്, ട്രഫ് പറഞ്ഞാൽ സാറേ നല്ലോണം താന്ന് നിൽക്കുന്നത് അല്ലേ? അപ്പൊ ക്രസ്റ്റും ട്രഫും മനസ്സിലായി. ഇനി ഇക്വിലിബ്രിയം പൊസിഷൻ മനസ്സിലായില്ലേ? നമുക്ക് ഇനി എന്തിലോട്ട് പോകണം മക്കളെ? യെസ്, വി നീഡ് ഡെഫിനിഷൻ. ഡെഫിനിഷൻ അറിയണം. അപ്പൊ ഇതാ ക്രസ്റ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളെ, ദ എലവേറ്റഡ് പോർഷൻ. എലവേറ്റഡ് എന്ന് പറഞ്ഞാൽ മക്കളെ പൊന്തിയ പോർഷൻ. എലവേറ്റഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കവി എലവേറ്റഡ് എന്ന് പറഞ്ഞാൽ പൊന്തിയത്. അപ്പൊ ഒന്ന് പറഞ്ഞെന്താ? ദ എലവേറ്റഡ് പോർഷൻ ഫ്രം ദ ഇക്വിലിബ്രിയം. കാരണം ഇക്വിലിബ്രിയത്തിൽ നല്ലേ പൊന്തിയേ, ഇക്വിലിബ്രിയം ഈ വരുമ്പം നല്ലേ മക്കളെ മേലോട്ടേക്ക് പൊന്തിയേ. അപ്പൊ ഇതാ ദ എലവേറ്റഡ് പോർഷൻ ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മേലോട്ടേക്ക് പൊന്തുന്നതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. കണ്ട, ഇക്വിലിബ്രിയം പൊസിഷനിൽ മേലോട്ടേക്ക് പൊന്തിയ ക്രസ്റ്റ്. ഇതാ ഇക്വിലിബ്രിയം പൊസിഷനിൽ മേലോട്ടേക്ക് പൊന്തിയാൽ ക്രസ്റ്റ് എന്ന് പറയുന്നു. ഇനി താഴോട്ടേക്ക് ഇക്വിലിബ്രിയം പൊസിഷനിൽ താഴോട്ടേക്ക് വന്നാൽ നമ്മൾ എന്താ പറയാ? ട്രഫ് എന്ന് പറയല്ലേ? അതന്നല്ലേ ദ ലോവർ പോർഷൻ ഫ്രം ദ ഇക്വിലിബ്രിയം. കണ്ട, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് താഴോട്ടേക്ക് എന്താ പറയാൻ? ലോവർ പോർഷൻ. അതാ വീണ്ടും ലോവർ പോർഷൻ, അതാ വീണ്ടും ലോവർ പോർഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ലോവർ പോർഷൻ ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻസ് ആർ കോൾഡ് ട്രഫ് എന്ന് പറയാം. അപ്പൊ എന്ത് മനസ്സിലായി മക്കളെ? ക്രസ്റ്റും മനസ്സിലായി, ട്രഫും മനസ്സിലായി. കിടിലല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? എല്ലാവർക്കും സെറ്റ്. അപ്പൊ എന്ത് കഴിഞ്ഞിട്ടുണ്ട്? പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ ഏതെല്ലാം പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്? രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഏതെല്ലാം ആയിരുന്നു? ഒന്ന് ക്രസ്റ്റ്, ഒന്ന് ട്രഫ്. പിന്നെ അതിന്റെ വിശേഷങ്ങൾ മനസ്സിലായി, എങ്ങനെയും തിരിച്ചറിയാൻ പറ്റും. എല്ലാവർക്കും സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? സീനൊന്നും ഇല്ലല്ലോടാ. അപ്പൊ ഇനി എന്തൊക്കെ പോകണം? യെസ്, അടുത്തതായി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലോട്ട് പോകണം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? ട്രാൻസ്വേഴ്സ് വേവിന്റെ വിശേഷങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലേ? എന്താ ട്രാൻസ്വേഴ്സ് വേവ് മനസ്സിലായി, പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് മനസ്സിലാക്കി, എല്ലാം സെറ്റാണ്. വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങോട്ടേക്കാണല്ലേ? യെസ്, രണ്ടാമത്തെ മെക്കാനിക്കൽ വേവ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ വേവ്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്തെല്ലാം അല്ലേ? മെക്കാനിക്കൽ വേവ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലേ? അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു
വേവ് ശരിക്കും എത്ര ഉണ്ടേനു? 2 ഉണ്ടേനു. ഏതല്ലേനു? ഒന്ന് മെക്കാനിക്കൽ, ഒന്ന് നോൺ മെക്കാനിക്കൽ അല്ലെ. ഈ മെക്കാനിക്കൽ ആണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ട്രാൻസ്വേഴ്സ് ആയിട്ടും ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടും മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ കാര്യത്തിൽ പിന്നെ ടെൻഷൻ ഒന്നുമില്ല. അതിലുള്ള ട്രാൻസ്വേഴ്സ് വേവിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വിശേഷം. അപ്പൊ നമുക്ക് ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എവിടെ പോയി? ആദ്യം നമ്മൾ എന്തായാലും പഠിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ട്രാൻസ്വേഴ്സ് വേവ് പഠിച്ച അതേ രൂപത്തിൽ തന്നെ ആദ്യം നമ്മൾ ഡയഗ്രാം പഠിക്കും അല്ലെ. ഡയഗ്രാം പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകേണ്ടത്, അതിന്റെ വിശേഷങ്ങളിലോട്ടും ഡെഫിനേഷനിലോട്ടും പോകേണ്ടത്. അപ്പോൾ ഡയഗ്രാം ആദ്യം പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ പെണ്ണെടുത്ത് കാര്യങ്ങൾ തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം പറയാൻ പോകുന്നത് രണ്ടാമതായി പറയാൻ വേണ്ടി പോകുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വിശേഷമാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ദാറ്റ്സ് ഇറ്റ്. യെസ്, നമുക്ക് ഡയഗ്രാം വരച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് മക്കളെ നമ്മളെ എന്തിന്റെ സാധനം? ഇതാണ് നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞത്. മറ്റേത് വേവ് നല്ല രസമുണ്ട് അല്ലെ, കാണാൻ ഇങ്ങനെ നല്ല ഇങ്ങനെയല്ലേ. ഇത് കാണാൻ എന്തോ ഒരു സുഖമില്ലാത്ത ആൾക്കാർ പറയുന്നത് കുറെ കുത്തലായിട്ട് വെച്ചിട്ടേ. യെസ് മക്കളെ, ഈ വേവ് എങ്ങനെയാ പോകുന്നത് അറിയോ? ഈ വേവും ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നേരെ പോകുന്ന വേവിന് എന്ത് ചെയ്യാം? പച്ച പെണ്ണുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് മാർക്ക് ചെയ്ത് വെക്കാം മക്കളെ. അപ്പൊ ഈ വേവ് എന്തിനാണ്? അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഈ വേവിനെ ഇങ്ങോട്ടേക്ക്, ഇത് ഡയറക്ഷൻ ഓഫ് എന്താ പറയാ പറഞ്ഞ നിങ്ങൾ നോക്കട്ടെ, എത്ര ആൾക്ക് പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതിലെന്താ നമ്മൾ പറയാൻ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന ആൾക്കാർ വേഗം കമന്റ് ബോക്സിൽ വന്ന് പറയണം എന്താണ് അതിന് പറയാൻ. യെസ്, യു ആർ ഡെഫിനറ്റ്ലി റൈറ്റ്. അതിന് നമ്മൾ എന്താ പറയാൻ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയാന്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, എങ്ങോട്ടേക്കാ പോകുന്നതെന്നുള്ളത് നമ്മൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മളെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാല് എങ്ങോട്ടേക്കാണ്? അങ്ങോട്ടേക്കാണ് അല്ലെ. അപ്പൊ ഇൻ ദിസ് കേസ്, ഈ കേസിൽ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് ഇങ്ങോട്ട് ഇങ്ങനെ. നേരത്തെ അത് തന്നെയായിരുന്നു അല്ലെ. ഇനി നമുക്ക് ഓരോ പാർട്ടിക്കൽ എടുത്താലോ? ഒരു പാർട്ടിക്കൽ, ഇവിടെ കുറെ പാർട്ടിക്കൽസ് ഉണ്ട് അല്ലെ. ഇവിടെ കുറെ പാർട്ടിക്കൽസ് ഉണ്ട്. ഈ പാർട്ടിക്കൽ എങ്ങോട്ടേക്കാ മക്കളെ മൂവ് ചെയ്യുന്നത്? ഇത് ഇങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ പാർട്ടിക്കൽ ഇങ്ങോട്ടേക്ക് കണ്ട, എല്ലാ പാർട്ടികളും ഇങ്ങനെ അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നല്ലേ നമ്മൾ പറയാനല്ലേ? പാർട്ടിക്കൽസ് വൈബ്രേറ്റ് അല്ലേ ചെയ്യാനല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാ പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്? ഇവിടെ പാർട്ടിക്കൽ ഇങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ പേടുന്ന ഇങ്ങനെയാണ് വൈബ്രേറ്റ്. നേരത്തെ പാർട്ടിക്കൽ എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്തത്? ഇങ്ങനെയായിരുന്നു വൈബ്രേറ്റ് ചെയ്തതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മുന്നോട്ട്. അപ്പൊ പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നത് മുന്നോട്ട്, ഡയറക്ഷനും എങ്ങോട്ട് തന്നെ? മുന്നോട്ടേക്ക് തന്നെ അല്ലെ. വേറെ പെന്നി കാണിച്ചാലോ? ഓക്കെ, പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്ന നമുക്ക് മഞ്ഞ പെന്നി കാണിക്കാം. മഞ്ഞ പെന്നിൽ പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ചുവപ്പ് പെന്നിൽ നമ്മളെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പൊ ഇതാണ് നമ്മളെ പാർട്ടിക്കൽ വൈബ്രേഷൻ, ഇതാണ് നമ്മളെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പൊ ഇത് രണ്ടും നോക്കിയിട്ട് മക്കളെ, നേരത്തെ കേസ് എങ്ങനെയാണോ? നേരത്തെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇങ്ങനെയോ, പാർട്ടിക്കൽ വൈബ്രേഷൻ ഇങ്ങനെയോ അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ 90 ഡിഗ്രി വിളിച്ച്. ഓക്കെ, ഈ കേസിലാണെങ്കിൽ നമ്മൾ അതിന്റെ 90 ഡിഗ്രിക്ക് എന്ത് പേരിട്ട് വിളിക്കുന്നു? പെർപെൻഡിക്കുലാർ എന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ അത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ അല്ല. പിന്നെ ഇങ്ങനെ കണ്ടാൽ എന്താ പറയാന്? ഇത് ഇങ്ങനെ 2 ലൈൻ മക്കളെ ഇങ്ങനെ വരച്ചാൽ നമ്മൾ അതിന് എന്ത് ലൈൻസ് എന്നാണ് പറയാൻ? യെസ്, എന്താ പറ കമന്റ് ബോക്സിൽ വേണം പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ, ആയിരിക്കല്ല അറിയാൻ പറ്റും. യെസ്, കറക്റ്റ്. എന്താണ്? ഇങ്ങനെ 2 ലൈൻ കണ്ടാൽ നമ്മൾ ഇങ്ങനെ പാരലൽ എന്നാണ് പറയാൻ അല്ലെ. എന്താ പറയാന്? വി കോൾ ഇറ്റ് ആസ് പാരലൽ എന്നാണ് സാറേ നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ, നമ്മുടെ പ്രിയങ്കരനായ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? പാർട്ടിക്കൽ വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്. കറക്റ്റ്. അപ്പോ പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ദ പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ് പാരലൽ. ആർക്ക് പാരലൽ? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാ ഡെഫിനേഷൻ എവിടെ? ഡെഫിനേഷൻ ഇവിടെ ഉണ്ടല്ലോ. അതാ ഡെഫിനേഷൻ എന്താ പറയുന്നത് നോക്കിയാലോ. ഓക്കെ, അതാ the longitudinal wave are those in which the particles pericles അല്ല ട്ടാ, particles ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, സാരല്ല, പാർട്ടിക്കിൾസ് PPT ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വന്ന് അവർക്ക് പറ്റിയ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വൈസാറില്ല. ഓക്കെ, അപ്പൊ ഇതാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? വൈബ്രേറ്റ് പാരലൽ ആയിട്ടാണ്. ഞാൻ പറഞ്ഞത് പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. വേവിന്റെ
വേവിന് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന്റെ എങ്ങനെയാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാരലൽ ആയിട്ടാണ് ഗൈസ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇനി എക്സാമ്പിൾസ് ആറ് എക്സാമ്പിൾ. യെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ. ഇപ്പൊ 2 എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്, 3 കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതല്ല? സൗണ്ട് വേവ്. നമ്മൾ സംസാരിക്കുന്നത്, ഞാനും നിങ്ങളും സംസാരിക്കുന്നല്ലേ, എൻ്റെ സ്റ്റുഡൻസുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശബ്ദം ഉണ്ടല്ലോ, ഈ അതിമനോഹരമായ ശബ്ദം അല്ലേ? സാറിൻ്റെ ശബ്ദങ്ങൾ പല ആൾക്കാരും പലതും പറയാറുണ്ട്. സാർ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ആവാറുണ്ട്, അങ്ങനെ ഒന്നും ആകുന്ന ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. ഭയങ്കര സങ്കടം ഉണ്ട് എനിക്ക് അങ്ങനെ. പോട്ടെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ശബ്ദം അല്ലെ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ശബ്ദമാണ്. അതേപോലെ എൻ്റെതും അടിപൊളിയായിട്ടുള്ള ശബ്ദങ്ങൾ ഞാൻ എന്ന് എല്ലാവരോടും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ ആണ് ആരടാ? സൗണ്ട് വേവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് ആരടാ? അൾട്രാ സൗണ്ട് വേവ്. അതായത് കുറച്ചുകൂടി സീരിയസ് സൗണ്ട്, അങ്ങനെ ഒന്നല്ലേ അൾട്രാ സൗണ്ട് വേവ് പറയുന്ന വേവ്. പിന്നെ സീസ്മിക് വേവ്. ഇതെല്ലാം എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഒന്ന് മനസ്സിലായി, ഒന്ന് സൗണ്ട് വേവ്, ചാപ്റ്ററിന്റെ പേര് തന്നെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ ഒരു എക്സാമ്പിൾ സൗണ്ട് വേവ് ആണ്, രണ്ടാമത്തെ എക്സാമ്പിൾ അൾട്രാ സൗണ്ട് വേവ് ആണ്, മൂന്നാമത്തെ സീസ്മിക് വേവ് എന്ന് പറയുന്ന ഒരു വേവ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ പഠിച്ചില്ല എന്ന് തോന്നുന്നല്ലേ? അയ്യോ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ പറഞ്ഞു തന്നില്ല സർ. അപ്പൊ ഞാൻ ഇവിടെ കുത്തി വരച്ചിട്ടുണ്ട്, ഇവിടെ ഏതും അല്ലയ്യ. ഓക്കെ, അതാ ഇവിടെ നമുക്ക് ഇങ്ങനെ മായച്ചിട്ട് വൃത്തിയില്ലായിരിക്കണം. എന്താ അവിടെ ഒരു സൈഡ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഇതാ. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അതിലൊന്നാണ് നമ്മളെ ഗിറ്റാർ അല്ലേ? ഗിറ്റാർ ഇങ്ങനെ ആക്കുന്ന ആ ഗിറ്റാറിന്റെ സ്ട്രിങ് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോ ഇല്ലേ, അതായത് ആ ഒരു മറ്റേ കമ്പി ഇല്ലേ, ആ കമ്പി ഇങ്ങനെ ആക്കി ഇങ്ങനെയായിരിക്കും അത് പോകാൻ ചെറുങ്ങനെ, അല്ലെങ്കിൽ ആല് നല്ല അമർത്തി ആല് കെട്ടാൻ നിങ്ങൾ നടുക്കുന്നുണ്ട് തോണ്ടൽ തോണ്ടാൻ. അപ്പൊ എന്താണ്? അപ്പൊ ഇങ്ങനെയാണ് പോകാൻ. ഓക്കെ, അപ്പൊ അതിലൊന്നാണ് ഗിറ്റാറിന്റെ സ്ട്രിങ് ഇൻ ഗിറ്റാർ കേട്ടാ. ഒന്ന് പറഞ്ഞ എന്താ? ഗിറ്റാർ ഇന്റെ സ്ട്രിങ്, അതാണ് സ്ട്രിങ് ഇൻ ഗിറ്റാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് നമ്മൾ വെള്ളത്തിൽ കല്ലിട്ടാല് റിപ്പിൾസ് ഇൻ വാട്ടർ എന്ന് പറയും കേട്ടാ. ഒന്ന് പറഞ്ഞ എന്താ? റിപ്പിൾ വെള്ളത്തില് കല്ലിട്ടാലുള്ള സംഭവം. അപ്പൊ അതിനാണ് വെള്ളത്തിൽ കല്ലിട്ട് നമ്മൾ കാണല്ലേ, വെള്ളത്തിൽ കല്ലിട്ട് നടുക്കൊരു കല്ലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടുന്ന് ഒരു തിരമാല പോവും, ആടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു തിരമാല പോവും. നമുക്ക് തിരമാലയാണ് എന്ത് വേവ് എന്ന് പറയുന്നത്. അതിൽ തിരമാലിനെ പോലത്തെ വേവ് ഏതാ? ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലേ? അപ്പൊ ഇതിനെ വിളിക്കുന്ന രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് റിപ്പിൾസ് ഇൻ വാട്ടർ, വെള്ളത്തിലുള്ള റിപ്പിൾ. ഓക്കെ. അപ്പൊ ഈ 2 എക്സാമ്പിൾ മറക്കല്ലേ മക്കളെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോഴായിരുന്നു നമ്മൾ ഓർത്തത് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ സർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്വേഴ്സ് വേവിന്റെ 2 കിടിലം എക്സാമ്പിൾ നിങ്ങൾക്ക് തരുന്നു. ഏതല്ല? ഒന്ന് മറ്റേ ഗിറ്റാറിന്റെ സംഭവം, രണ്ടാമത്തെ ഏതാ? വെള്ളത്തിൽ കല്ലിട്ടാൽ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരമാല, അങ്ങോട്ടേക്ക് തിരമാല. ഓക്കെ, അങ്ങനെ എന്ത് വെച്ചിട്ടുണ്ട് ഗൈസ്? നമ്മള് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പാർട്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ അല്ലേ? നേരത്തെ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? നേരത്തെ നമ്മള് ട്രാൻസ്വേഴ്സ് വേവിന്റെ വിശേഷം പഠിച്ചേ. ഇനി നമ്മൾ എന്ത് ചെയ്ത്? പാർട്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ ഇവിടെ എന്താ വന്നത്? ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കി നേരത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താ മനസ്സിലാക്കി. ഇനി എങ്ങോട്ടാ പോന്നെ? പാർട്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലോട്ടാണ്. അപ്പൊ ആദ്യം ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് തരൂ. ഇല്ല, തന്നില്ല, പറ്റിച്ചു കളഞ്ഞു ഗുരുജി. ഓക്കെ, തൽക്കാലം ഗുരുജി 2 പാർട്സിന് പേര് തന്നു. ഇനി പേര് സ്ട്രക്ചർ. യെസ്, സ്ട്രക്ചർ കിട്ടി. യെസ്, ശരിയാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്? നമുക്ക് പാർട്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗുരുജി വേറെ തരാണ്ടെങ്കിൽ പേര് തരൂ. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട് തോന്നുന്നു. ഫിനിഷ്. ഇത്രയേ ഉള്ളൂ ചങ്ങായി. അപ്പോൾ പാർട്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എത്ര പാർട്ടുകൾ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? എടാ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് 2 പാർട്ടാണുള്ളത്. നമുക്ക് ഇനി നമുക്ക് പെൻ എടുക്കാം. പെണ്ണെവിടെ? പെണ്ണ് വന്നില്ല ഗൈസ്, പെണ്ണെന്നെ പറ്റിച്ചു ഗൈസ്. ഓക്കെ, ഇപ്പുറത്ത് പോയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് പെണ്ണിനെ ചോദിച്ചാൽ പെണ്ണിനെ തരും. ഓക്കെ, പെണ്ണിനെ തന്നു. ഓക്കെ, ഇനി പാർട്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ പാർട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനും 2 പാർട്ട് ഉണ്ട്. നേരത്തെ നമ്മൾ പറയുന്നുണ്ട് ട്രാൻസ്വേഴ്സ് വേവിന് 2 പാർട്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എത്ര പാർട്ടാ? 2 പാർട്ടുകൾ തന്നെ. ഏതെല്ലാം അല്ലേ? ഒന്ന് നമ്മൾ വിളിക്കുന്ന പേരാ കംപ്രഷൻസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ പാർട്ടിന്റെ പേരാ റാരിഫാക്ഷൻസ്. നേരത്തെ ആണെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, സർ നേരത്തെ നല്ല രസമുള്ള പേരാണ്, ഒന്ന് മറ്റേ ക്രസ്റ്റ്, ട്രഫ്, എന്ത് മനോഹരമായ പേരുകൾ. ഇവിടെയാണെങ്കിലോ കംപ്രഷൻ, റാരിഫാക്ഷൻ, കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത പേരാണല്ലോ സാറേ. മക്കളെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം, എൻ്റെ കൂടെ പഠിക്കാം. നമ്മൾ ശ്രദ്ധിച്ചോ? 3 for കംപ്രഷൻ. ഇനി ഇപ്പുറത്തെ പേര് പറഞ്ഞോ? 3 for റാരിഫാക്ഷൻ.
അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി മക്കളെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ 2 പേരുകൾ മനസ്സിലാക്കി. ഏതെല്ലാം ആ പേര്? ഒന്ന് കംപ്രഷനും രണ്ടാമത്തത് റാരിഫാക്ഷനും അല്ലെ. ഇത് സെറ്റാ, ഇത് ഇനി പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കംപ്രഷനും റാരിഫാക്ഷനും അത് സെറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം ഗൈസ്? യെസ്, നമുക്ക് ഇതിന്റെ സാധനം എവിടെ മനസ്സിലാക്കണം? സ്ട്രക്ചറിൽ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ ഈ ഒരു വേവ് അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് വരച്ചാൽ ഇത് കണ്ട കുറച്ച് സ്ഥലത്ത് കണ്ട ആൾക്കാർ തിങ്ങിപ്പാർത്ത കണ്ട തിങ്ങിപ്പാർത്ത സ്ഥലം നോക്കൂ. ഇതാ തിങ്ങിപ്പാർത്ത സ്ഥലം കണ്ട ആൾക്കാർ ഇങ്ങനെ ഭയങ്കര പാർട്ടിക്കൽസ് അടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലം. എടാ ഈ തിങ്ങിപ്പാർത്ത സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്നവരാണ് കംപ്രഷൻ. അപ്പൊ എന്താ പറയാനും സാറേ, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് വരച്ചാൽ ആൾക്കാർ തിങ്ങിപ്പാർത്ത സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രഷൻ എന്ന് പറയുന്നത്. അല്ലേ സിമ്പിൾ അല്ലേ മക്കളെ? അപ്പൊ എന്താ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആൾക്കാർ പാർട്ടിക്കൽസ് ഇങ്ങനെ തിങ്ങിപ്പാർത്ത സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ റാരിഫാക്ഷൻ എന്ന് പറഞ്ഞത്? ആൾക്കാർ സമാധാനത്തിൽ ജീവിക്കുന്ന സ്ഥലം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ആൾക്കാർ സമാധാനത്തിൽ ജീവിക്കുന്ന പച്ചട് പോയാ കണ്ട ആൾക്കാർ നല്ല റിലാക്സ്ഡ് ആയിട്ട് എന്നോട് ജീവിക്കണം. മോനെ പോ, പച്ചക്കളർ മതി. ഓക്കെ, അപ്പൊ ആൾക്കാർ തിങ്ങിപ്പാർത്ത സ്ഥലത്തിന് നമ്മൾ കംപ്രഷൻ എന്ന് പറയുന്നു. ആൾക്കാർ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തിന് നമ്മൾ റാരിഫാക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇത് 2 സെറ്റാന്ന് തോന്നുന്നല്ലേ എല്ലാവർക്കും? ഇത് കണ്ട ആൾക്കാർ തിങ്ങിപ്പാർത്ത സ്ഥലത്ത് ഭയങ്കര പ്രഷർ ആയിരിക്കും. ദേഷ്യം ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് പ്രഷർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് ഭയങ്കര കുറവാണ് കേട്ടാ. എന്തുകൊണ്ടാണ് ഇവിടെ പ്രഷർ കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള സ്പേസ് വളരെ കുറവാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് നമ്മളെ റാരിഫാക്ഷൻ, ആൾക്കാർ തിങ്ങിപ്പാർക്കാത്ത സ്ഥലം, നല്ല ഫ്രീ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് എന്താ അവസ്ഥ? അവിടെ ലോ പ്രഷർ ആയിരിക്കും, അവിടെ തിങ്ങലില്ല, നല്ല സമാധാനം. യെസ്, ലോ പ്രഷറിലായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവാൻ അല്ലേ. ഇനി ഇവിടെയാണെങ്കിലോ കംപ്രഷന്റെ സമയത്താണെങ്കിലും നല്ല തിങ്ങിപ്പാർത്തിട്ടാണ് ഉള്ളത്. അവിടെ ഇങ്ങനെ ഹൈ പ്രഷറിലാണ് ആൾക്കാരുള്ളത്, ഭയങ്കര പ്രഷറിലാണുള്ളത്. അപ്പൊ ഇൻ കംപ്രഷൻ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. ഇൻ റാരിഫാക്ഷനിൽ എന്ത് പ്രഷർ ആയിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. ഈ ഒരു കാര്യം മറന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഹൈ പ്രഷർ എന്നും എന്തുകൊണ്ടാണ് ലോ പ്രഷർ എന്നും സാർ കൂടെ തന്നെ പറഞ്ഞത്. നമുക്ക് ഹൈ പ്രഷർ ആവാനുള്ള കാരണം പാർട്ടിക്കിൾസ് ഭയങ്കര അടുത്താണുള്ളത്, ലോ പ്രഷർ ആവാനുള്ള കാരണം പാർട്ടിക്കിൾസ് ദൂരെയാണ് നിന്നിട്ടുള്ളത് അല്ലെ. ഇനി നമുക്ക് ഇനി അതിന്റെ ഡെഫിനേഷൻ വേണം. യെസ്, കംപ്രഷന്റെ റാരിഫാക്ഷന്റെ ഡെഫിനേഷൻസ് വേണം അല്ലെ. അപ്പൊ ആദ്യം കംപ്രഷന്റെ ഡെഫിനേഷൻ എടുക്കാം. ഇതാ കംപ്രഷൻ എന്താ? എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വേർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ ആണ്, ഓർങ്ങല്ല എയർ എന്നാണ് വേണ്ടത്. ഓക്കെ, എയർ മോളിക്യൂൾസ് ഡിക്രീസസ്. അതായത് ഒരു പ്രഷർ, ഹൈ പ്രഷർ, ദ റീജിയൻ ഓഫ് ഹൈ പ്രഷർ, അതായത് ഇതാ ഇവിടെ ഹൈ പ്രഷർ ഉള്ള റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എവിടെയാ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? വേർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ തമ്മിലുള്ള, അതായത് ഞാൻ പറഞ്ഞില്ല ഇവർ തമ്മിലുള്ള സ്പേസ് ഭയങ്കര കുറഞ്ഞിട്ടുള്ള സ്ഥലം. അപ്പൊ ദ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ദൂരം, ബിറ്റ്വീൻ എയർ മോളിക്യൂൾസ് ഡിക്രീസ്, അതായത് ഭയങ്കര കുറവുള്ള സ്ഥലത്ത്. അഥവാ പറഞ്ഞു നിർത്തി എത്രയാണ്? എവിടെയാണ് നമ്മളെ കംപ്രഷൻ ഉണ്ടാവാന്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ പാർട്ടിക്കിൾ തമ്മിലാണ് ഡിസ്റ്റൻസ് വിചാരിക്കുക. എയർ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? കംപ്രഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്, അഥവാ ഹൈ പ്രഷർ ഉണ്ടാവുന്നത്. അപ്പൊ എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വേർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾ ഡിക്രീസസ്. സച്ച് റീജിയൻ ആർ കോൾഡ്, അങ്ങനത്തെ റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും കംപ്രഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ റാരിഫാക്ഷനിലോട്ട് പോയാലോ? നേരെ ഓപ്പോസിറ്റ് അല്ലേ. ദ റീജിയൻ ഓഫ് ലോവർ പ്രഷർ, അവിടെ ലോവർ പ്രഷർ ആണല്ലോ പറഞ്ഞത്. ദ റീജിയൻ ഓഫ് ലോവർ പ്രഷർ ഈസ് ക്രിയേറ്റഡ്. എപ്പാ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾസ് ആർ ഇൻക്രീസസ്. കണ്ട ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരുമ്പോഴാണ് അവിടെ ലോ പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? റാരിഫാക്ഷൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ ദ റീജിയൻ ഓഫ് ലോ പ്രഷർ ഈസ് ക്രിയേറ്റഡ് വേർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ. വീണ്ടും എയറിന്റെ സ്പെല്ലിംഗ് ചെറിയ തെറ്റിപ്പോയിട്ടുണ്ട്. എന്താണ് ഗുരുജി നിങ്ങൾ സ്പെല്ലിംഗ് ഇങ്ങനെ തെറ്റിച്ചെടുത്ത ആളും വലിയ പ്രശ്നമാണല്ലോ. ഓക്കെ, അപ്പൊ ഇതാ എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നത്? എയർ മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സച്ച് റീജിയൻ, അങ്ങനത്തെ റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാരിഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഇവിടെ ഒരു സാധനം ഇങ്ങനെ കാണിക്കാം, 2 ചിഹ്നങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പൊ നിങ്ങൾ പറയണം, പാർട്ടിക്കിൾസിന്റെ ദൂരം കാണിക്കുമ്പോൾ നിങ്ങൾ പറയണം അത് ട്രാൻസ്വേഴ്സ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ? സോറി, ട്രാൻസ്വേഴ്സ് അല്ല, കംപ്രഷൻ ആണോ റാരിഫാക്ഷൻ ആണോ? ഓക്കെ, അപ്പൊ ഇതാ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആണ് ഇത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അതിങ്ങനെ കൂടുതൽ കറക്റ്റ്. അതെന്താണ്? റാരിഫാക്ഷൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾസ് കൂടിക്കാനാ റാരിഫാക്ഷൻ. ഇനിതാ ഓക്കെ, എന്താ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എയർ മോളിക്യൂൾസ് എന്താ ഇത്? ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ പ്രഷർ ആവും. അപ്പൊ അത് കംപ്രഷനായി മാറുന്നു. അങ്ങനെ നമ്മൾ ഇതാ മക്കളെ കംപ്രഷനും റാരിഫാക്ഷനും അതിന്റെ കളിയും അതിന്റെ എല്ലാ കാര്യവും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലായിട്ടുണ്ട് അല്ലെ. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്രഷനും റാരിഫാക്ഷനും പാർട്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മനസ്സിലായി.
ഇനി ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ത്രൂ എ മീഡിയം. എങ്ങനെയാണ് ഒരു സൗണ്ട് ഒരു മീഡിയത്തിലൂടെ പോകുന്നത്, അല്ലെ എങ്ങനെയാണ് സൗണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്? ഞാൻ ഈ പറയുന്ന ശബ്ദം എൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ ചെവിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അതിനെക്കുറിച്ചാണ് എന്നോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, ദ ട്രാൻസ്മിഷൻ ഓഫ് ദ സൗണ്ട് ത്രൂ എ മീഡിയം. ഓക്കെ, അപ്പോൾ ദ ട്രാൻസ്മിഷൻ ഓഫ് എ സൗണ്ട് ത്രൂ മീഡിയം, എങ്ങനെയാണ് സൗണ്ട് മീഡിയത്തിലൂടെ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ എവിടെ പോയി ഞാൻ തന്നെയാണല്ലോ അല്ലേ വന്നിട്ടുള്ളത്. ഗുഡിജി എന്നെ ചാമ്പിയല്ലോ അല്ലേ. ഗുഡിജി ഞാൻ നിങ്ങളോട് ഫിഗർ തരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ തന്നെ തരാൻ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇയാളെ വക? തന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡിസ്കോ എന്തൊരു ചാമ്പലല്ലേ, പറ്റിച്ചു ഗൈസ്. ഓക്കെ, അപ്പൊ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ത്രൂ മീഡിയം, ഒരു മീഡിയത്തിലൂടെ ശബ്ദം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നതിനെ കുറിച്ചല്ലേ പറയാൻ വേണ്ടി പോന്നെ. അപ്പൊ ഞാൻ തന്നെ വരട്ടെ. ഇവൻ ആള് കിടിലമാണല്ലോ അല്ലേ. ഇവൻ ഈ ചങ്ങായി ധാരാണെന്ന് എനിക്കറിയില്ല, എന്നാൽ ഇവൻ ഒരു മുഞ്ചനാണ്. ഇവൻ ആള് സീനാണ്. ഓക്കെ, അനക്കൊന്നെ ഇവനെ കുറിച്ച് കുറച്ച് പ്രത്യേകതകൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ കുറിച്ച് പ്രത്യേകത പറയാൻ, ആള് സുന്ദരനാണ്, സുമുഖനാണ്, സുശീലനാണ്. പിന്നെ വേറെയും കുറെ ആൾക്കാരുണ്ട്. ആളൊരു പാവപ്പെട്ട മനുഷ്യനാണെന്ന് തോന്നുന്നു. ആളൊരു ആരെയും മൂക്കാത്ത, ആരെയും കളിയാക്കാത്ത ഒരു നല്ല വ്യക്തിയാണെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ പറയാം. ദയവേ നമ്മൾ മെൻഷൻ ആക്കുന്ന സമയത്ത് കുടുംബക്കാരെ മെൻഷൻ ആക്കരുതെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നല്ലത് മാത്രങ്ങൾ മെൻഷൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. യെസ്, റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എക്സാമിന് 10 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. 10 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇയാളെ കുറിച്ചിട്ട് ഒരു നല്ല 5 പോയിന്റുകൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ ഓടിപ്പോയി എന്ത് ചെയ്യണം, നിങ്ങൾ രേഖപ്പെടുത്തണം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ഈ മനുഷ്യൻ? കണ്ണിലേക്കാണല്ലോ ബുദ്ധിപ്പോയതല്ല. ഓക്കെ, ഇപ്പൊ കണ്ടില്ല. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് സൗണ്ട് വേവ്സ്. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ അറിയിക്കാം മക്കളെ. അപ്പൊ തൽക്കാലം ഞാൻ വായിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ചില ആൾക്കാർ ഇത് മൂഞ്ചൻ വായിച്ചിട്ടുണ്ട്, പിന്നെ വലിയ പ്രശ്നം ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇതാ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ത്രൂ മീഡിയം, ഒരു മീഡിയത്തിലൂടെ എങ്ങനെയാണ് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഇതാ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മളെ ചങ്ങായി സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഈവൻ അത് ഗുഡിജി എനിക്ക് ഡ്രസ്സ് ഇട്ടാന്നോടെ, ഗുഡിജി പിള്ളേരെല്ലാം ഭയങ്കര ഡേഞ്ചറാണ്. ഗുഡിജി പല സ്ഥലങ്ങളിലേക്കാണ് നോക്കാൻ. ഇന്നത്തെ കുട്ടികള് വല്ലാത്ത കളിയാണ്. ഓക്കെ, പുറത്തൻ. ഓക്കെ, സെറ്റ് കുപ്പായിട്ട്. ഇനി നേരെ ഈ ചങ്ങായി സംസാരിക്കുന്നു മക്കളെ. സംസാരിക്കുമ്പോ ഇതാ ഇവിടെ ഉദ്ദേശിച്ചത് മൈക്ക് ഉണ്ട്. മൈക്കിൽ നിന്ന് ശബ്ദം ഇങ്ങനെ നേരെ കൊണ്ടേക്കാണ്, നേരെ നമ്മളെ ചെവിടിലോട്ട്. നമുക്കറിയാം സൗണ്ട് വേവ് എന്ന് പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലേ. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടില്ല, കണ്ട, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ആദ്യം എന്താ ഉണ്ടാകുന്നത്, കംപ്രഷൻ, പിന്നെ ഏതാ റാരിഫാക്ഷൻ, കംപ്രഷൻ. നമുക്ക് ഇത് വേറെ കളറിൽ മാറ്റി പറയുന്നതായിരിക്കും പിള്ളേർക്ക് നല്ലത് അല്ലേ. ഇതാ കംപ്രഷൻ, പിന്നെ ആരാ, പിന്നെ റാരിഫാക്ഷൻ, കംപ്രഷൻ, റാരിഫാക്ഷൻ, ബിക്കോസ് നമുക്കറിയാം സൗണ്ട് വേവ് എന്ന് പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവാൻ അല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാ ദ സൗണ്ട് ഫ്രം എ സോഴ്സ്. ഇത് കണ്ട, ഈ ചങ്ങായി ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന ചങ്ങായിനെ വിളിക്കുന്ന പേര് സോഴ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടാ. സോഴ്സ് മക്കളെ, മറ്റേ സോഴ്സ് അല്ല കേട്ടോ, സൗണ്ട് സോഴ്സ് ആണ് ഇത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ സാറ് സോഴ്സാന്ന് പറഞ്ഞ് നടക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇത് സൗണ്ട് സോഴ്സ്, സൗണ്ട് ഉണ്ടാക്കുന്ന സ്ഥലം എന്നാണ് സൗണ്ട് സോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ സൗണ്ട് ഫ്രം എ സോഴ്സ് ക്രിയേറ്റ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ പ്രഷർ വേരിയേഷൻ ഇൻ ദി എയർ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് കവി ഉദ്ദേശിച്ചത്? ഇവിടെ ഒന്നുമില്ല. ഞാനൊരു സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ സ്പീക്കറിന്റെ അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് എന്തായിരിക്കും, നല്ല സൗണ്ട് ഉണ്ടാവും. അതായത് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, കുറെ ശബ്ദം ഉണ്ടാകുന്നതിന് പകരം നമുക്ക് കുറെ പാർട്ടിക്കിൾസ് പറയാം. കുറച്ചും കൂടി അങ്ങോട്ടെത്തിക്കാൻ എന്താവും, കുറച്ച് പാർട്ടിക്കിൾസ് കുറവായിരിക്കും. അപ്പോൾ മറ്റേ സ്പീക്കറിന്റെ അടുത്താകുന്ന സമയത്ത് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. കുറച്ചെത്തിക്കഴിഞ്ഞാൽ 2-3 പാർട്ടിക്കിളേ ഉള്ളൂ. പിന്നെയും കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും, പിന്നെയും കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും. കണ്ട, അപ്പൊ ഇതാണ് അവർ ഉദ്ദേശിച്ചുള്ളത്. കണ്ട, ദ സൗണ്ട് ഫ്രം എ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ഫുൾ ആയിട്ടുള്ളതുകൊണ്ട് കണ്ടിന്യൂസ് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രഷർ വേരിയേഷൻ വരാനുള്ള കാരണം എന്താ, ആൾക്കാർ തിങ്ങിപ്പാർത്ത് നിൽക്കുമ്പോൾ ഹൈ പ്രഷർ, പിന്നെ ഏതാ ലോ പ്രഷർ, പിന്നെ ഏതാ ഹൈ പ്രഷർ, പിന്നെ ഏതാ ലോ പ്രഷർ. അപ്പൊ എന്തായിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഹൈ പ്രഷർ, ലോ പ്രഷർ, ഹൈ പ്രഷർ, ലോ പ്രഷർ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ടാണ് ഹൈ പ്രഷർ, ലോ പ്രഷർ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആരാ ഈ ഹൈ പ്രഷർ ഉണ്ടാക്കുന്നത്? സൗണ്ട് സോഴ്സ്. ഞാനാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാ,
അപ്പൊ സൗണ്ട് ഫ്രം ദ സോഴ്സ് ക്രിയേറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്ത് പ്രഷർ വേരിയേഷൻ ഇൻ ദ എയർ. അങ്ങനെ പ്രഷർ വേരിയേഷൻ വന്നാൽ എന്ത് സംഭവിക്കും? യെസ്, അപ്പൊ അതാ അങ്ങനെ പ്രഷർ വേരിയേഷൻ വന്നാൽ ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് കംപ്രഷൻ ആൻഡ് റാരിഫാക്ഷൻ. ഇത് കാരണത്താൽ അങ്ങനെ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹൈ പ്രഷറുള്ള സ്ഥലം എന്തായിട്ട് മാറും? കംപ്രഷൻ ആയിട്ട് മാറും. ലോ പ്രഷറുള്ള സ്ഥലം എന്തായിട്ട് മാറും? റാരിഫാക്ഷൻ ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു പ്രഷർ വേരിയേഷൻ ആണ് എന്തുണ്ടാക്കുന്നത്? കംപ്രഷനും റാരിഫാക്ഷനും. അങ്ങനെയാണ് നമ്മളെ സൗണ്ട് എന്തായി മാറുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ട് മാറുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര സിമ്പിൾ ആണ്. ചങ്ങായി പാടുന്നു, ചങ്ങായി പാടുമ്പോൾ അടുത്തുള്ള സ്ഥലം ഹൈ പ്രഷർ, തൊട്ടപ്പുറത്തുള്ള സ്ഥലം ലോ പ്രഷർ, പിന്നെയും ഹൈ പ്രഷർ, ലോ പ്രഷർ, ഹൈ പ്രഷർ, ലോ പ്രഷർ, ഹൈ പ്രഷർ, ലോ പ്രഷർ. അങ്ങനെ ഹൈ പ്രഷർ ഉള്ള സ്ഥലത്ത് അവളിങ്ങനെ തിങ്ങി നിൽക്കുന്നത് കംപ്രഷനായി മാറും. ലോ പ്രഷർ ഉള്ള സ്ഥലത്ത് റാരിഫാക്ഷനായി മാറുന്നു. സെറ്റ് അല്ലേടാ? ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചിരിക്കുന്നു ഗൈസ്? ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ത്രൂ എ മീഡിയം. ഒരു മീഡിയത്തിൽ സൗണ്ട് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നതിനെ കുറിച്ച് നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 10 മാർക്കിന്റെ ചോദ്യമാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കുക. നേരെ പോകുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ഇത്ര നേരവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ വിശേഷങ്ങൾ പഠിച്ചിരുന്നു, പിന്നീട് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വിശേഷങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ ഓരോന്നായി പഠിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? എടാ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇത്രയും നേരം പഠിച്ച സാധനങ്ങളെല്ലാം എന്താക്കാന് ഒരു ബോക്സ് ആക്കിയിട്ട് എന്തായി ഡിഫറൻസ് ആയി. അതന്നെ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ പ്രത്യേകത നമുക്കറിയാലോ. എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ രണ്ടിന്റെ ബോക്സ് ആക്കി അടിച്ചിട്ട് പിന്നെ വിശേഷം പറയാം അല്ലെ. അപ്പൊ ഇതാ നമ്മളെ രണ്ടിന്റെ വിശേഷം പിടിച്ചോളാം. സിമ്പിൾ ആണ് മക്കളെ. അപ്പൊ ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെയും പിന്നെ ട്രാൻസ്വേഴ്സ് വേണ്ടി വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്കറിയാം. എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കൽസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കൽസ് പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പാരലൽ ചോപ്പോണ്ട് മാർക്ക് ചെയ്താളിയാ ചോപ്പടെ പാരലൽ. അപ്പൊ അതാണ് ഒരു വ്യത്യാസം പറഞ്ഞാൽ. ഇനി ഇപ്പുറത്താണെങ്കിലോ പെർപെൻഡിക്കുലർ. കറക്റ്റാ. അപ്പൊ പാർട്ടിക്കൽസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പെർപെൻഡിക്കുലർ. ട്രാൻസ്വേഴ്സൽ പെർപെൻഡിക്കുലർ, ലോഞ്ചിറ്റ്യൂഡിനൽ പാരലൽ. അപ്പൊ ഒരു വ്യത്യാസം അത്. രണ്ടാമത്തത് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ആരാളുള്ള കംപ്രഷനും റാരിഫാക്ഷനും ആണുള്ളത്. ഒരു ലോഞ്ചിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം കംപ്രഷനും റാരിഫാക്ഷനും ഉള്ളത്. ഇനി നമ്മുടെ ട്രാൻസ്വേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരാളുള്ള ക്രസ്റ്റും ട്രഫും ആണ് ഉള്ളത്. അപ്പൊ അത് മനസ്സിലായി. ഒരാൾക്ക് കംപ്രഷനും റാരിഫാക്ഷനും, ഒരാൾക്ക് ക്രസ്റ്റും ട്രഫും. ഇനി മൂന്നാമത്തെ ലാസ്റ്റത്തെ ഡിഫറൻസ് ആണ്. അവിടെ ലോഞ്ചിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം ആടെ ഏത് വേരിയേഷൻ ഉണ്ട്? പ്രഷർ വേരിയേഷൻ നടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനെ പഠിച്ചപ്പോൾ ഹൈ പ്രഷർ ലോ പ്രഷർ എന്ന് പറഞ്ഞില്ലേ. എന്നാൽ നമ്മൾ അത് ഇവിടെ പറഞ്ഞിട്ടില്ല. ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? ഹൈ പ്രഷർ ലോ പ്രഷർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിൽ എന്തില്ല? നോ പ്രഷർ വേരിയേഷൻ. പ്രഷറിന്റെ വ്യത്യാസങ്ങളൊന്നും എവിടെ ഇല്ലെന്ന് മനസ്സിലായി. ട്രാൻസ്വേഴ്സ് വേവിൽ ഇല്ലെന്ന് മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ഡിഫറൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒന്നുമില്ല. നമ്മൾ ഇത്രയും പഠിച്ച സാധനം നമ്മളൊരു ടാബിൾ ആക്കി. പലപ്പോഴും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ് മക്കളെ. ദയവേത് മക്കൾ പഠിക്കാതെ പോവല്ലേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് തീർച്ചയായും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്ത എല്ലാ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യം ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞതും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പറഞ്ഞ എല്ലാം സെറ്റാണ്. കാരണം അതെല്ലാം കണ്ടാലേ ഇത് വേഗം എന്ത് ചെയ്യാൻ പറ്റാൻ, അനലൈസ് ചെയ്യാൻ പറ്റാൻ അല്ലേ. അങ്ങനെ നമ്മൾ ഗൈസ് എന്ത് പഠിച്ചിരിക്കുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞ ടോപ്പിക് മനസ്സിലായി അല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ. വേഗം നിങ്ങൾ റെഡി അല്ലേ? ഇത്രയും പഠിച്ച ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് എല്ലാം സെറ്റ് ആണെങ്കിൽ, എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ വേഗം പോയി കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ഒരു ബോംബിനെ പൊട്ടിച്ചു. ബോംബ് നല്ല പവർ, അത്രയും പഠിച്ചാണല്ലേ. ഒരു ബോംബ് പൊട്ടിച്ച സാധനം പൊട്ടിച്ചേ.